ഹലോ ഗായ്സ്, എല്ലാവരും എന്ത് പറയുന്നു? കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ തന്നെയാണ്. വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മളുടെ ജിബ്ലി ആർട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് മനസ്സിലായല്ലോ. തിരുവനന്തപുരം സ്റ്റൈൽ മീൻ പീര. നെത്തോലി മീനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേകതയാണ് മീൻ കറിയിൽ മുരിങ്ങാക്കോൽ ഇടുക എന്നുള്ളത്. മുരിങ്ങാക്കോൽ ഇട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. തേങ്ങയിട്ട കറിയാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയാലോ. കമാൺ. ഓക്കെ, അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുടംപുളി കുതിർത്തത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, കറിവേപ്പില, പച്ചമുളക് 1 ചെറിയ ഉള്ളി 10 പിന്നെ മുരിങ്ങാക്കോൽ ദേ ഇങ്ങനെ നെടുകെ കീറിയിടണം. നെടുകെ കീറാൻ നേരത്ത് ഫുൾ കീറരുത്, കുറച്ച് ബാക്കി വെച്ചേക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകത്തില്ല, അങ്ങനെ തന്നെ അതിൻ്റെ ഷേപ്പിൽ നിൽക്കും. നമുക്ക് ആദ്യം ഈ ഉള്ളിയൊക്കെ ഒരു മിക്സിയിലൊന്ന് ജസ്റ്റ് ഒരു പൾസ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങയും ഉള്ളിയും കൂടെയാണ് അരക്കേണ്ടത്. അപ്പോൾ തേങ്ങ രണ്ടും കൂടെ ഒരുമിച്ചിടുവാണെങ്കിൽ ഉള്ളി അങ്ങനെ കിടക്കും. അപ്പോൾ ആദ്യം ഉള്ളി ഒന്ന് ചതച്ചിട്ട് തേങ്ങ ഇടുകയാണെങ്കിൽ നല്ലപോലെ അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും വീണ്ടും 2 പൾസ്, അത്രയും മതി. ഒത്തിരി അരയരുത്, പീര ആയതുകൊണ്ട് തേങ്ങയായിട്ട് തന്നെ കിടക്കണം, ഒത്തിരി അരയാൻ പാടില്ല. അപ്പോൾ അതേ ഇത് നന്നായിട്ടല്ല ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ മീൻ ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പം ഇതൊന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്തു, വേപ്പില, പച്ചമുളക് കീറിയിട്ടു, മുരിങ്ങാക്കോലിട്ടു, പിന്നെ മുളക് പൊടി 2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ 2 സ്പൂൺ ഉപ്പ്. എന്നിട്ട് ആ പുളിവെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നു. അതിലോട്ട് നമ്മൾ മീനും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് മീനാണ്, പാവമാണ്, അതിനെ ഒരുപാട് പ്രസ് ചെയ്ത് ഇതാക്കരുത്. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം കിട്ടും. അപ്പോൾ ജസ്റ്റ് ആ മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഉള്ള വെള്ളം മതി, ഒരുപാട് വെള്ളം വേണ്ട. കാരണം പീരയാണ്, പറ്റിക്കാനുള്ളതാണ്. പിന്നെ മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. ഗ്യാസ് കത്തിക്കുക. ആഹാ, സ്ലോ മോഷൻ. ഗ്യാസ് കത്തിച്ച് അതിലോട്ട് നമുക്ക് ചട്ടി വെക്കാം. കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ, ഒരുപാട് വെള്ളമില്ല. ഇനി ഇത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് തുറന്ന് വെച്ചത് വെള്ളം ഒന്ന് പറ്റിക്കണം. ഇടയ്ക്ക് ഇതുപോലെ കറച്ചുറ്റിച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ സിമ്മിലാക്കിയിട്ട് ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും പുളിയും ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 3 സ്പൂൺ ഉപ്പായി. ഇനി ഇത് പറ്റാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കാം, അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടോ, വെള്ളം നല്ലപോലെ ഒന്ന് വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇരിക്കുന്നത് നല്ലതാണ്, കാരണം മൺചട്ടിയാണ്, വെള്ളം അതങ്ങ് വലിച്ചെടുക്കും. സോ ഓഫ് ചെയ്താലും കുറച്ചും കൂടെ ഒന്ന് പറ്റും. അതുകൊണ്ട് കുറച്ച് വെള്ളം ബാക്കി വെക്കുന്ന രീതിയിൽ സമയത്താണ് ഓഫ് ചെയ്യേണ്ടത്. കുറച്ച് കറിവേപ്പില ഇടാം. വേപ്പില ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളം പറ്റി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കുറച്ച് ഒഴിച്ച് അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനി ലെറ്റസ് പ്ലേറ്റ് മാഗി. ഇതും ചോറും പുളിശ്ശേരിയും ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ ആഹാ, പിന്നെ എന്താ വേണ്ടേ, സൂപ്പർ.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു.